നിലമ്പൂർ യു.ഡി.എഫിന് കൈകൊടുത്തപ്പോൾ കെ.സി. വേണുഗോപാലും കിങ് മേക്കറായി. പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് കരുതിയ സ്ഥാനാർത്ഥി നിർണയം ഒരു അസ്വാരസ്യവും ഇല്ലാതെ പരിഹരിച്ചതു മുതൽ തിരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വരെ കെ.സിയുടെ ഇടപെടലുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ധാരാളം നേതാക്കളുണ്ട്, കെട്ടുറപ്പ് മാത്രമില്ല എന്ന സ്ഥിരം വിമർശനത്തെ പൊളിച്ചടുക്കിയതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിധി. എണ്ണയിട്ട യന്ത്രം പോലെ ഏറ്റവും താഴെത്തട്ട് മുതൽ മേൽഘടകങ്ങൾ വരെ പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂരിലേത്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് നിയോജക മണ്ഡലത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ യു.ഡി.എഫിന് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്തു നിന്നാണ് അച്ചടക്കമുള്ളൊരു സംഘടനയായി കോൺഗ്രസ് മാറിയത്. അതാവട്ടെ ഹൈക്കമാൻഡിന്റെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന്. കെ സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുമ്പോൾ സംഘടനയിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ പുതിയ അധ്യക്ഷനെയും യുവാക്കളായ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയോഗിച്ച് കൃത്യമായ അജണ്ടയുമായി കോൺഗ്രസ് മുന്നോട്ടുപോയി. എ.സി.സി നേതൃത്വം കെ.പി.സി.സിക്ക് കരുത്തു നൽകി. ഒരു നേതാവും അപസ്വരമുയർത്തിയില്ല. അതിനുള്ള അവസരം ഹൈക്കമാൻഡ് നൽകിയില്ല. സാധാരണ നിലയിൽ കെ.പി.സി.സി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ വ്യക്തികളെ തഴയുകയാണ് പതിവ്. എന്നാൽ കെ സുധാകരന് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടം നൽകി കെ.സി. വേണുഗോപാൽ ആ പ്രശ്നവും പരിഹരിച്ചു. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കോൺഗ്രസ് ഇറങ്ങിയത്. ഒരു കേഡർ പാർട്ടിയെപ്പോലെ കോൺഗ്രസ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളും അണികളും ലീഗ് സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നതിലും അധികം വിയർപ്പൊഴുക്കി നിലമ്പൂരിൽ. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇങ്ങോട്ട് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കി സകല ഘടകങ്ങളെയും ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് പിന്നിൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ കണിശമായ ഇടപെടലുകളുണ്ടായിരുന്നു. നിലമ്പൂരിൽ ജനങ്ങളും മാധ്യമങ്ങളും എന്ത് ചർച്ച ചെയ്യണമെന്ന അജണ്ട കൃത്യമായി സെറ്റ് ചെയ്തത് വേണുഗോപാലായിരുന്നു. എൽ.ഡി.എഫ് പല വഴിക്ക് ചർച്ചകൾ തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും ചർച്ചകളെയെല്ലാം ജനകീയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലാണ്. ഭരണപരാജയം മറയ്ക്കാൻ വർഗീയ പ്രചരണത്തിലേക്ക് ഒതുങ്ങുകയാണ് CPM എന്ന വിമർശനം കോൺഗ്രസ് പലതവണ ഉന്നയിച്ചു. കെ.സിയുടെ ഇടപെടൽ ക്ഷേമ പെൻഷനും CPMന്റെ RSS ബന്ധവും ദേശീയപാത തകർച്ചയും മനുഷ്യ വന്യജീവി സംഘർഷവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം ആക്ഷേപവുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കി. ഡൽഹിയിലിരുന്ന് തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയായിരുന്നില്ല കെ.സി. വേണുഗോപാലിന്റെ ശൈലി. നിലമ്പൂരിൽ പലതവണയായി ഇലക്ഷൻ പ്രചരണങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. ദേശീയ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം മറക്കുന്ന പതിവ് പല നേതാക്കൾക്കുമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അത് മാറ്റി നിർത്തി അതികായകനായി മാറുകയാണ് കെ.സി. വേണുഗോപാൽ. കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും അവശേഷിപ്പിച്ച വലിയ ശൂന്യത കെ.സി. എന്ന സമർത്ഥനായ രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ നികത്തുമോ എന്നതാണ് സംശയം.